പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചർ ആണ്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നാമകരണം അല്ലേ. അതിൽ നമ്മൾ ദിനാമ പദ്ധതി നോക്കി. അതിൽ വരുന്ന ചില നിയമങ്ങൾ ഏതൊക്കെയാണ്, ദിനാമ പദ്ധതിയിൽ വരുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. എന്താണ് വർഗീകരണം? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവികളെ അവയുടെ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് സൗകര്യപ്രദമായ വിഭാഗങ്ങളിലേക്കായി തിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം. അതായത് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്, നമുക്ക് പുറമേ നിന്ന് കാണാൻ സാധിക്കുന്ന സ്വഭാവ സവിശേഷതകളനുസരിച്ച് നമ്മൾ ജീവികളെ പ്രത്യേകം വിഭാഗങ്ങളിലേക്കായി വർഗീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ വർഗീകരണം എന്ന് പറയുന്നത്. അടുത്ത ഒരു ടേമാണ് ടാക്സ. ടാക്സ ആർ സയൻറ്റിഫിക് ടേം ഫോർ കൺവീനിയൻറ്റ് കാറ്റഗറീസ് വി യൂസ്ഡ് ടു സ്റ്റഡി ഓർഗാനിസം. നമ്മൾ ജീവികളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവയെ പല വിഭാഗങ്ങളായി നമ്മൾ തിരിച്ചിട്ടുണ്ടായിരിക്കും. ആ വിഭാഗങ്ങളെ, അതായത് കാറ്റഗറീസ് അല്ലെങ്കിൽ വിഭാഗങ്ങൾ, അവയെ സൂചിപ്പിക്കുന്ന പദമാണ് ടാക്സ. ഈ കാറ്റഗറീസിൻ്റെ സയൻറ്റിഫിക്കായിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് ടാക്സ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണമായിട്ട് സസ്യങ്ങളിൽ വീറ്റ്, ഗോതമ്പ് ഒരു ടാക്സയാണ്. റൈസ് അതൊരു ടാക്സയാണ്. അതേപോലെ ആനിമൽസിൽ, ജന്തുക്കളിൽ മാമൽസ്, സസ്തനികൾ എന്ന് പറയുന്ന ഒരു ടാക്സയാണ്. ഡോഗ്സ്, നായ്ക്കൾ എന്ന് പറയുന്നത് വേറൊരു ടാക്സയാണ്. But if you know that a dog is a mammal and mammals are animal, so therefore animals, mammals and dogs represents taxa at a different level. ഇപ്പോൾ നമ്മൾ ഡോഗിനെ എടുത്തു. ഡോഗ് ഒരു സസ്തനിയാണെന്ന് നമുക്കറിയാം. അതേപോലെ എല്ലാ സസ്തനികളും ജന്തുക്കളാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആനിമൽസ്, ജന്തുക്കൾ, സസ്തനികൾ, മാമൽസ്, അതേപോലെ ഡോഗ്സ്, നായ്ക്കൾ, ഇതൊക്കെ ഓരോ ടാക്സയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ ഡിഫറെൻറ്റ് ലെവലിലുള്ള, ഓരോ ഘട്ടങ്ങളിലുള്ള ടാക്സകളെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത ടേം നമ്മൾ പരിചയപ്പെടുന്നത് ടാക്സോണമിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് സിസ്റ്റമാറ്റിക്സ് ആയിരുന്നു. അതായത് ശാസ്ത്രീയമായ ജീവികളെ വർഗീകരിക്കുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ജീവികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സിസ്റ്റമാറ്റിക്സ്. ഇനി എന്താണ് ടാക്സോണമി? അടുത്ത ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾ ലിവിങ് ഓർഗാനിസം ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടാക്സ. നമ്മൾ പഠിച്ചു അല്ലേ. ഓരോ ജീവികളെ വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നത് അവയുടെ സ്വഭാവ സവിശേഷതകളെ അനുസരിച്ചാണ്. ദിസ് പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ടാക്സോണമി. Based on characteristics, all living organisms can be classified into different taxa, and this process of classification is known as taxonomy. അതായത് പ്രഥമമായിട്ട് നമുക്ക് ജീവികളിൽ കാണുന്ന സ്വഭാവ സവിശേഷതകളെ അനുസരിച്ച് നമുക്ക് ജീവികളെ വർഗീകരിക്കാം. ഉദാഹരണമായിട്ട് നായ്ക്കൾ, പൂച്ചകൾ, സസ്തനികൾ, നെല്ല്, ഗോതമ്പ്, ഇങ്ങനെയൊക്കെ നമുക്ക് അതിനെ വർഗീകരിക്കാം. അപ്പോൾ ഈ വിഭാഗങ്ങൾ നമ്മൾ ടാക്സ എന്ന് പറയുന്നു. ഇങ്ങനെ വ്യത്യസ്ത തരം ടാക്സകളായി ജീവികളെ വർഗീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്നത്. അതായത് എന്തെല്ലാമാണ് നമ്മൾ ഈ വർഗീകരണത്തിന് അടിസ്ഥാനമാക്കി എടുക്കുക? അപ്പോൾ നമ്മളൊരു ജീവിയെ കണ്ടാൽ അതിനെ വർഗീകരിക്കാൻ എന്തെല്ലാം നമ്മൾ അതിനെ അടിസ്ഥാനമാക്കി എടുക്കും? എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലേ, ബാഹ്യ ഘടന, അതേപോലെ ആന്തരിക ഘടന. ഒരു ജീവിയുടെ ബാഹ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഘടന, ആന്തരിക ഘടന, അലോങ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് സെൽ, കോശഘടന, ഡെവലപ്മെൻ്റൽ പ്രോസസ്, വികാസ പ്രക്രിയ, ഇക്കോളജിക്കൽ ഇൻഫോർമേഷൻ ഓഫ് ഓർഗാനിസം, പാരിസ്ഥിതിക ഘടകങ്ങൾ, എക്സിട്ര ആർ എസെൻഷ്യൽ ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് മോഡേൺ ടാക്സോണമിക് സ്റ്റഡീസ്. ആധുനികമായ വർഗീകരണ ശാസ്ത്ര പഠനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഹെൻസ് അതുകൊണ്ട് characterization, identification, classification and nomenclature are the processes that are basic to taxonomy.
അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വർഗീകരണ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ക്യാരക്ടറൈസേഷൻ, സ്വഭാവ സവിശേഷത വർണ്ണിക്കൽ. ഒരു ജീവിയെ നമ്മൾ കണ്ടാൽ ആ ജീവിയുടെ സ്വഭാവ സവിശേഷത വർണ്ണിക്കൽ. ഐഡൻറ്റിഫിക്കേഷൻ, ആ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി നമ്മൾ ആ ജീവിയെ തിരിച്ചറിയുന്നു. ക്ലാസിഫിക്കേഷൻ, അതിനനുസരിച്ച് നമ്മൾ ആ ജീവിയെ തരംതിരിക്കുന്നു. ആൻഡ് നോമൻക്ലേച്ചർ, അടിസ്ഥാനമാക്കി നമ്മൾ ആ ജീവിക്കൊരു നാമം നൽകുന്നു. These are the processes that are basics to taxonomy. Characterization, identification, classification and nomenclature. ഇനി നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുകളെ പരിചയപ്പെടാം. മാർച്ച് 2019 ചോദിച്ചിട്ടുള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ. ആരായിരിക്കും ദ്വിനാമ പദ്ധതി ആദ്യമായി ആവിഷ്കരിച്ചത്? അതെ, കാർലസ് ലിനേയസ്. ഇനി മാർച്ച് 2018 മോഡൽ 2018 ചോദിച്ച 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ICZN സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ നോക്കാം. ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ഇന്ത്യൻ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഏതായിരിക്കും ആൻസർ? അതെ, സി, ഇൻ്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെപ്റ്റംബർ 2015 ചോദിച്ച ക്വസ്റ്റ്യനാണ് എ സ്റ്റുഡൻസ് കൺസീവ്ഡ് ദ റൂൾ ഓഫ് നോമൻക്ലേച്ചർ ആസ് ഫോളോസ്. ഒരു കുട്ടി നാമകരണത്തിൻ്റെ നിയമങ്ങളെ ഈ രീതിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇഫ് യു ഫൈൻഡ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻ പോർഷൻസ് കറക്റ്റ് ദം വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്തി എഴുതുക. നോക്കാം. എ, ദ ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ് സ്പീഷീസ് ആൻഡ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ബി, ദ സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ്സ് ജീനസ് ആൻഡ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ. ഇവിടെ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കുക. ആ വാക്കുകൾ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതണം എന്നാണ് പറയുന്നത്. അപ്പോൾ എയിൽ 2 വാക്കുകളാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. സ്പീഷീസും ക്യാപിറ്റൽ ലെറ്ററും, ബിയിൽ ജീനസും സ്മോൾ ലെറ്ററും. അപ്പോൾ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഫസ്റ്റ് വേർഡിനെ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ് സ്പീഷീസ് ആൻഡ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? അതെ, നിങ്ങൾക്കറിയാം. ദ ഫസ്റ്റ് വേർഡിനെ ബയോളജിക്കൽ നെയിം റെപ്രസെൻറ്റ് ജീനസ് ആൻഡ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഇനി രണ്ടാമത്തെ നോക്കാം. ദ സെക്കൻഡ് വേർഡ് റെപ്രസെൻറ്റ്സ് ദ സ്പീഷീസ് ആൻഡ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.